എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള SCERT ബേസ്ഡ് ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. നോക്കിക്കേ, എടയ്ക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? എടയ്ക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ് എടയ്ക്കൽ. ഓർത്ത് വെക്കുക കേട്ടോ. എടയ്ക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ് എടയ്ക്കൽ. രണ്ടാമത്തെ ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ LMS, ഓർത്ത് വയ്ക്കുക, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ് കേട്ടോ, തിരുവിതാംകൂർ. മൂന്നാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ കലാപം നടന്ന വർഷം. പുന്നപ്ര വയലാർ കലാപം നടന്ന വർഷം 1946. 1946 പുന്നപ്ര വയലാർ കലാപം നടന്നത്. അപ്പോൾ ഇത് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി ആരാണ്? കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി ആരാണ്? പാലിയത്തച്ഛൻ. പാലിയത്തച്ഛനാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനി. ഇനി അടുത്ത നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം കേട്ടോ. അപ്പം മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആറാമത്തെ ചോദ്യവും ഏഴാമത്തെ ചോദ്യമൊക്കെ എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. ഓർത്ത് വെക്കുക കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം അല്ലേ? അവിടെ നമുക്ക് 2-3 ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലേ. അതായത് വേലുത്തമ്പി ദളവ നടത്തിയതാണ് കുണ്ടറ വിളംബരം എന്നുള്ളത് വരുന്നുണ്ട്. കുണ്ടറ വിളംബരം ഏത് വർഷത്തിലാണ് നടന്നതെന്നും അവിടെ പറയുന്നുണ്ട് അല്ലേ. നോക്കിയേ, 1809 ജനുവരി 11 കേട്ടോ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം ആര് നടത്തി? വേലുത്തമ്പി ദളവ. ഓർത്ത് വെച്ചോണം കേട്ടോ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. അപ്പോൾ ഓർത്ത് വെക്കുക, 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അതിനുശേഷം 1946 വർഷം ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. 1946 പുന്നപ്ര വയലാർ കലാപം നടന്നത്. രണ്ടും അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. 1946 പുന്നപ്ര വയലാർ കലാപം നടന്ന വർഷം. അങ്ങനെ 36, 46 ആ രീതിയിൽ ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിത്തിര തിരുനാളാണ്. ചിത്തിര തിരുനാൾ അല്ലേ. ചിത്തിര തിരുനാളാണ് 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ഓർത്ത് വെക്കണേ, ചിത്തിര തിരുനാൾ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏതാണ്? തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ് കേട്ടോ. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം. ഓർത്ത് വെച്ചേണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്
കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. കേട്ടോ. അടുത്തത് 13 ആറ്റിങ്ങൽ കലാപം. അല്ലേ? ആറ്റിങ്ങൽ കലാപം നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നതാണ്. അല്ലേ? എന്തായിരുന്നു ആറ്റിങ്ങൽ കലാപം? ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു പോന്നു. എന്താ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇവിടെ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. അപ്പോൾ ഒരു സംഘടിത കലാപമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് വർഷത്തിലാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1721 കേട്ടോ. അടുത്തത് കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? കേരളത്തിലെ അശോക ചക്രവർത്തി ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ് കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. ഓർത്ത് വെക്കുക കേട്ടോ. 15ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അല്ലേ? ഹെർമൻ ഗുണ്ടർട്ട് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത്. ഓർത്ത് വെച്ചോണേ, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. 16 കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്, അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണം അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന്, ജാതിയും വേണ്ട മതവും വേണ്ട മനുഷ്യന്, അല്ലേ എന്ന് പറഞ്ഞ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓർത്ത് വെക്കുക കേട്ടോ. 20ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പം 20 ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു 20 ചോദ്യങ്ങളും ഉത്തരങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.